ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ലിസ്റ്റ് ആൻഡ് ഹിസ്റ്ററി, ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റും ചരിത്രവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം ആര് ഭരിക്കുമെന്ന വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ എല്ലാവരും. അടുത്ത പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് രാജ്യം മൊത്തം. അപ്പോൾ ഇതുവരെ നമ്മുടെ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാരെക്കുറിച്ചും ആണ് നമ്മളിന്ന് നോക്കുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1947 ഓഗസ്റ്റ് 15. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്തും ഇദ്ദേഹം ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അതായത് 1946 സെപ്റ്റംബർ 2 മുതൽ 1947 ഓഗസ്റ്റ് 14 വരെ, അതായത് സ്വാതന്ത്ര്യത്തിന് തലേദിവസം വരെ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ 1947 മുതൽ 1964 വരെ ഇദ്ദേഹമായിരുന്നു ഇന്ത്യ ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് 1964 ലാൽ ബഹദൂർ ശാസ്ത്രി അധികാരമേൽക്കുന്നു. 1964 പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് 1966 ഇന്ദിരാഗാന്ധി അധികാരമേൽക്കുകയാണ്. രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. തുടർന്ന് 11 വർഷമാണ് ഇന്ത്യ ഭരിച്ചത്. 1977 BJP സർക്കാർ അധികാരത്തിൽ വരുന്നു. മൊറായി ദേശായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 1977 അധികാരത്തിൽ വരികയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ വന്ന് 1980 വീണ്ടും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. 1984 ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നു. 1984 അതേ തുടർന്ന് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് രാജീവ് ഗാന്ധി അധികാരത്തിൽ വരികയാണ്. 1984 1991 രാജീവ് ഗാന്ധി മരണപ്പെടുന്നു. അതേ തുടർന്ന് PV നരസിംഹറാവു 1991 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. പിന്നീട് 1996 13 ദിവസം AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. അതേ തുടർന്ന് HD ദേവഗൗഡ, അതോടൊപ്പം ഇന്ദ്രകുമാർ എന്നിവരും രാജ്യം ഭരിച്ചു. പിന്നീട് 1998 വീണ്ടും AB വാജ്പേയി പ്രധാനമന്ത്രിയാവുന്നു. പിന്നീട് 2004 വരെ AB വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 2004 മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. 2014 വരെ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. പിന്നീട് 2024 വരെ അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ അടുത്ത പ്രധാനമന്ത്രി ആരാണെന്നുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യൻ ജനത മൊത്തം. ആരായിരിക്കും നമ്മുടെ രാജ്യം ഭരിക്കുക എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ജനത. അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമാണ് പ്രധാനമന്ത്രി. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോക്സഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന നേതാവിനെയാണ് പാർട്ടി പ്രധാനമന്ത്രിയാക്കുക. അപ്പോൾ അടുത്ത പ്രധാനമന്ത്രിക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാൻ. അതുവരെയും ടേക്ക് കെയർ, ബൈ.